കൃഷ്ണപുരം കാപ്പിൽമേക്ക സനോജ് കുമാർ അജിമോൾ ദമ്പതികളുടെ മകൻ 8 വയസ്സുകാരനായ അർണവിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ധനസമാഹരണത്തിനായാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 കാപ്പിൽമേക്ക പുരാതന മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിലാണ് ജനകീയ കൂട്ടായ്മ യോഗം ചേരുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഓപ്പറേഷന് ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഇത്രയും ഭീമമായ തുക ചെലവാക്കുവാൻ ആ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ പ്രദേശത്തെ നാട്ടുകാർ, ഈ പഞ്ചായത്ത് നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് 14-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4:30 മണിക്ക് ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ കുന്ദമംഗലം അടക്കം ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ, കായംകുളത്തിന്റെ MLA ശ്രീ U പ്രതിഭ, പുതുവഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ടീച്ചർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധാമണി രാജൻ, ഈ വാർഡിലെ മെമ്പർ ശ്രീ ശ്രീലതാ ജ്യോതികുമാർ അടക്കം എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ബൃഹത്തായ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ്. KC വേണുഗോപാൽ MP, U പ്രതിഭ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ, പഞ്ചായത്ത് അംഗം ശ്രീലതാ ജ്യോതികുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. രക്താർബുദത്തെ തുടർന്ന് തേവലപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർണവ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്യാൻസർ രോഗം ബാധിച്ചു, അതായത് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇപ്പോൾ കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുമനസുകളുടെയൊക്കെ സഹായം കൊണ്ടാണ് അത് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അതിനു വേണ്ടിയിട്ട് സാധാരണ കൂലിപ്പണിക്കാരനായ സനോജിനെ കൊണ്ട് അത് താങ്ങാൻ കഴിയാത്ത വലിയൊരു തുകയാണ്, 60 ലക്ഷം രൂപയാണ് പറയുന്നത്. വാർത്താസമ്മേളനത്തിൽ തണ്ടളത്ത് മുരളി, ജയപ്രകാശ് ചെമ്പകശ്ശേരിയിൽ, സന്ദീപ് പാലശ്ശേരിയിൽ, ശ്രീലതാ ജ്യോതികുമാർ, പുഷ്പാങ്കദൻ, ശ്യാമ അനീഷ്, സുനിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.